ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര ഇരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലെങ്കിൽ നഗരസഭയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ CPM ആക്രമിച്ച കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ പത്തനംതിട്ടയിൽ തന്നെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മുൻകാലങ്ങളെ ഓർക്കണം. പിന്നെ ഞാൻ സമരങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ, കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിൻ്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചോദിച്ചത്, ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യമെന്ന് ചോദിച്ചെടുത്ത് നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി തല്ലിയതും ഈ നാട്ടിലെ CPMകാരും DYFIക്കാരും ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതും അതിനെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചതും. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത്, ഫേക്കായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചത്. ആ ഫേക്ക് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ്. കാരണം ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തിയത്? ഇല്ലെങ്കിൽ അവരാരെങ്കിലും, ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ, കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ, 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും RPFൻ്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യമെടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്താ? അപ്പം ഞങ്ങൾ ചോദിച്ചതാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേരള സമക്ഷം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് എന്നുള്ളതും കേരളത്തിന് മുന്നിൽ ഇത് മുഴുവൻ ഉണ്ടായതാണ് എന്നുള്ളത് അറിയാം. അതുമാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICUവിൽ തുടരണമെന്നാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാൾ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് യാത്ര ഇരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. ബഹുമാനപ്പെട്ട UDF സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ അധിക്ഷേപത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയതല്ല. ഞാൻ നടന്ന് പോകുമ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മളുടെ അതിൻ്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, ഒരു ഇനാം പ്രഖ്യാപിക്കുക. അപ്പോൾ സാധാരണ സ്ത്രീകൾക്കെതിരെ സമരം നടക്കുമ്പോൾ പെൺകുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും. അതൊന്നും ഇല്ലാതെ പുരുഷന്മാർ വന്നിട്ട് ഇതിലേക്ക് ഇടിച്ചു കയറി, അതിൻ്റെ വിഷ്വൽസ് ഉണ്ടല്ലോ. അത് വന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇനാം പ്രഖ്യാപിക്കുന്നതോ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിന് ഞാൻ ഒരു ഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പോയിട്ടില്ല. ഞാനിവിടെ പല സ്ഥാനാർത്ഥികളുമായിട്ടും നമ്മൾ മത്സരിക്കുമ്പോൾ പരസ്പരം കാണുമ്പോൾ ഇറങ്ങി വന്നിട്ട് ഗ്രീറ്റ് ചെയ്തു പോകുന്ന ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ UDF സ്ഥാനാർത്ഥി പറഞ്ഞ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല.